നമസ്കാരം. സപ്ലിമെൻറ്റ്സ് പല വിധത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ബാക്കിയുള്ള ധാതുമൂലകങ്ങളുടെ സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ കഴിക്കാത്തവരോ ഇതിനെക്കുറിച്ച് അറിയാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. 50 കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സപ്ലിമെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്നും അറിവിൽ നിന്നും എൻ്റെ ചികിത്സാനുഭവങ്ങളിൽ നിന്നുമുള്ള ചില ഫാക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ സപ്ലിമെൻറ്റ് കഴിക്കണോ വേണ്ടയോ എന്ന് എന്നോട് ഒരാൾ ചോദിക്കുകയാണ്. ക്രിസ്പായിട്ടൊരു ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കാം, പക്ഷേ അതൊരു ചെറിയ പീരീഡിലേക്ക്, ഒരു അക്യൂട്ട് പീരീഡ്, അതായത് ഒരു സർജറി നിങ്ങൾക്ക് വേണ്ടി വന്നു, ഒരു 2 ആഴ്ചയോ 1 മാസമോ കാലം നിങ്ങൾ കഴിച്ചോളൂ. പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അപ്പോൾ നമുക്ക് കാൽഷ്യം, അയൺ, ബ്ലഡ് ലോസ് ഉണ്ടായി. ഇപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റും അയൺ സപ്ലിമെൻറ്റും മൾട്ടി വൈറ്റമിൻസും ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷേ അത് ഒരു 2 വീക്സ് ടു 1 മന്തിനപ്പുറത്തേക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം. അത് എന്താണ് എന്ന് ഉള്ളതിന് ആദ്യം ഞാനൊരു എൻ്റെ ഒരു ചികിത്സാനുഭവം പറഞ്ഞിട്ട് ബാക്കി എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. അതായത് ഒരു 3 വർഷം മുമ്പ്, അന്ന് ഒരു 54 വയസ്സ്, 53, 54 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി ആയിട്ട് ഒരു ലേഡി കൺസൾട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഇവരെ കാണുമ്പം സത്യം പറഞ്ഞാൽ ഇവരെ ഒരു പേഷ്യൻ്റായിട്ടല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവരെ ഇവരെ എനിക്ക് നേരത്തെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. ഇവരെ ഞാനൊരു പേഷ്യൻ്റായിട്ടല്ല, ഇവരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഷോപ്പിൽ വെച്ച് ഇങ്ങനെ കാണുമായിരുന്നു ഇവർ തമ്മിൽ. പിന്നീടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ കൺസൾട്ടേഷൻ വന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ അന്തം വിട്ടുപോയി. കാരണം സ്കൂൾ കാലഘട്ടത്തിൽ 10, 12, 13, 14 വയസ്സ് കാലഘട്ടത്തിൽ കണ്ടതിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യം കൊണ്ട് പരിചയപ്പെടാൻ പറ്റി. ഇവർ എൻ്റെ തൊട്ട് ജൂനിയറായിട്ട് പഠിച്ചതാണെന്ന് എനിക്ക് ഓർമ്മ വന്നു. അവരന്ന് എന്തോ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവർ പാട്ട് പാടുമായിരുന്നു. അപ്പം അവർ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് പാട്ട് പാടുന്നവരെയൊക്കെ ഓർമ്മ വെച്ചിരുന്നതുകൊണ്ട് അങ്ങനെ ഓർമ്മ വന്നു. എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ഫീല് തോന്നി ഇവരെ കണ്ടപ്പം. എന്താണെന്ന് വെച്ചാൽ മുഖത്ത് ശരിക്കും കഥകളിക്കാരടിക്കുന്ന അല്ലെങ്കിൽ ഡാൻസുകാരടിക്കുന്ന മാതിരി വളരെ തിക്കായിട്ടുള്ള ഒരു ലെയർ. സെൻറ്റിമീറ്റർ എന്നൊന്നും ഞാൻ പറയില്ല, എങ്കിലും ഒരു മില്ലിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി റോസ് പൗഡർ, അങ്ങനെ എന്തോ ഒരു സാധനം, ക്രീമോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മേക്കപ്പൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് അതെന്താണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ സ്കിന്നിന് പുറത്ത് നല്ല നിറവും തുടുപ്പമൊക്കെ തോന്നാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു ക്രീമോ അങ്ങനെ എന്തോ ഒരു സാധനം, പ്ലസ് ചുണ്ടിൽ കടുത്ത ലിപ്സ്റ്റിക്ക്. അത് പിന്നെ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഒരു കോമൺ ഇതാണ്, ചുണ്ട് വരളാതിരിക്കാനും ഒക്കെ ലിപ്സ്റ്റിക്ക് ഇടുമെങ്കിലും ഈ സാധനം കണ്ണ് വളരെ വീതിയിൽ എഴുതിയിരിക്കുന്നു. കണ്ണിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് കണ്ണിൻ്റെ നിറം കടും മഞ്ഞ, ബ്രൗൺ നിറം എന്ന് പറയാം. നമ്മുടെ വെള്ളയായിട്ടിരിക്കേണ്ട ഭാഗമുണ്ടല്ലോ കണ്ണിൻ്റെ, ആ ഭാഗത്ത് കടുത്ത മഞ്ഞ നിറം. അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. ഞാൻ ഈ മേക്കപ്പിനെ കുറിച്ച് ആദ്യം കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് കയറി ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ സാഹചര്യവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായവും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ മേക്കപ്പ് ഇടുക എന്നുള്ളത്. അത് അവരുടെ ഇഷ്ടം, അവർക്ക് അങ്ങനെ ഒരുങ്ങി നടക്കാനാണ് ഇഷ്ടമെങ്കിൽ. ഞാൻ ചോദിച്ചു കണ്ണെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്നേരമാണ് അവരിങ്ങനെ, ഞങ്ങൾക്കപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അവരിങ്ങനെ അവരുടെ കഥ പറഞ്ഞു. അവർ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അഡ്രിനാൽ ഗ്ലാൻഡ് സർജറി ചെയ്ത് റിമൂവ് ചെയ്തു. അതിനുശേഷം അന്നേരം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അയ്യോ എനിക്ക് ശരിക്കും എനിക്ക് ജീവിതം മടുത്ത്, ഞാൻ മരിക്കാൻ പോറായിട്ടിരിക്കുകയാണത്. ഞാൻ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ഒരു ദിവസം 20-25 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്നു. എന്നുവെച്ചാൽ ഒന്ന് പോയി വന്ന് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും പോകാൻ തോന്നുന്നു. അവർ 25 പ്രാവശ്യം വരെ ടോയ്ലറ്റിൽ പോകുന്നു. ഒരു വിധത്തിലും വയറിൽ അത് കൺട്രോൾ ആവുന്നില്ല. ഞാൻ മരുന്നുകളൊക്കെ ഒന്ന് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പല പല മരുന്നുകളും കഴിച്ചു. അവർ കൺസൾട്ട് ചെയ്യാത്ത
സിസ്റ്റംസ് ഒന്നുമില്ല. ഹോമിയോ, അലോപ്പതി, ആയുർവേദവും പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും എന്ന് വേണ്ട അവർ സാമ്പത്തികമായിട്ട് വളരെ ഒരു ഹയർ ക്ലാസ്സാണ്. അപ്പം അത് വമ്പ് കാലം തൊട്ടേ അതൊരു ബിസിനസ്സുകാരാണ്, ഒരു ഹയർ ക്ലാസ് ആളുകളാണ്. അപ്പോഴവർക്കൊന്നിനും ഒരു കുറവില്ല. എന്ത് കണ്ടാലും, എന്ത് യൂട്യൂബിൽ കണ്ടാലും, അല്ലെങ്കിൽ എന്ത് ഗൂഗിളിൽ നോക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ ഡോക്ടർമാർ ഇഷ്ടം പോലെ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ധാരാളം ഡോക്ടർമാരുണ്ട്. പിന്നെ ഈ ജ്യോത്സ്യന്മാരെ പൂജ ചെയ്യുന്നവർ മുതലുള്ള എന്തെല്ലാം മന്ത്രവാദവും പൂജയും ശാന്തിയും മുതൽ എന്തെല്ലാം ഒരു കാര്യങ്ങൾ ഒരു മനുഷ്യന് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്ത് നിന്ന് എന്തൊക്കെ വരുത്താവോ, ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുത്താവുന്ന മരുന്നുകൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി, എന്നിട്ട് അവരുടെ വീടും അവരുടെ വീട്ടിലെ ഷെൽഫും അവരുടെ ഓഫീസ് മുറിയൊക്കെ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ 100 കണക്കിന് കുപ്പികൾ നിരന്നിരിക്കുകയാണ്. അവരുടെ ഓഫീസ് ടേബിളെ പോലും, അവർക്കൊരു ബിസിനസ്സുണ്ട്, അവരുടെ ഓഫീസ് ടേബിൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഓഫീസ് ഫയലുകളും മറ്റ് സാധനമൊന്നുമല്ല, 100 കണക്കിന് സപ്ലിമെൻറ്റ്സാണ് ഇരിക്കുന്നത്. കൂടുതലും സപ്ലിമെൻറ്റ്സാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ അവിവാഹിതയാണ്. ഇവരുടെ സഹോദരിയും ഇവരും രണ്ടുപേരും അവിവാഹിതരാണ്. അപ്പോൾ ഈ സഹോദരിക്കെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ പിന്നെ മറ്റ് സഹോദരങ്ങളൊക്കെ വിവാഹിതരായതുകൊണ്ട് ഈ സഹോദരിമാർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റേതെന്ന് പറയാൻ മറ്റവരൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം എന്നങ്ങനെ കരുതാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പൊസസീവായിട്ട് കരുതാൻ ചേച്ചിക്ക് അനിയത്തി, അനിയത്തിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൂത്ത സിസ്റ്റർ മകളെ പോലെയാണ്. എൻ്റെ കുഞ്ഞെന്നാണ് അവനെ പറയുന്നത് തന്നെ. എൻ്റെ കുഞ്ഞിന് എന്തൊക്കെയെന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെയാണ്. ഒരു അമ്മ അച്ഛനില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തിയാൽ ആ കുഞ്ഞിനോട് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അതേ അറ്റാച്ച്മെൻറ്റിലാണ് ഇവർ തമ്മിൽ 2-3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ പോലും അവരെ അമ്മ മകളെ എങ്ങനെ നോക്കുന്നോ അതുപോലെയാണ് ഈ ചേച്ചി അനിയത്തിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ ഈ ചേച്ചി അപ്പുറത്തോട്ടൊന്ന് ജസ്റ്റ് ബാത്റൂമിലോട്ട് പോയപ്പോൾ വളരെ നിസ്സഹായതയോടെ ഈ അനിയത്തി എന്നെ ഇങ്ങനെ ആക്ഷൻ കൊണ്ട് കാണിച്ച് എന്ത് ചെയ്യാനാ, ഐ ആം ഫോഴ്സ് ടു ടേക്ക് ഓൾ ദീസ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ കൺസേൺ കൊണ്ടിട്ട് ഇവർ പിന്നെ ഇവരുടെ ഈ കൺസേൺ കൊണ്ടവർ ഈ അനിയത്തിയെ എത്രമാത്രം സ്നേഹിക്കാവോ അത്രയധികം സപ്ലിമെൻറ്റ്സും പിന്നെ ഹെൽത്ത് ഡ്രിങ്ക്സും അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നെന്ന് അവർക്ക് തോന്നുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡയറക്റ്റായിട്ടോ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്തോ ഒക്കെ വാങ്ങിച്ചങ്ങ് കൊടുത്തോളുക. സമയാസമയങ്ങളിലെന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങാൻ പോകും. ഒരു 7 മണിക്കൂർ 6 മണിക്കൂറും കണ്ടേ ഉറങ്ങത്തുള്ളൂ. ബാക്കിയുള്ള 18 മണിക്കൂറിലും ഒരു അരമണിക്കൂർ ഇടവെച്ചിട്ട് 30-35 പ്രാവശ്യം സപ്ലിമെൻറ്റ്സും ഹെൽത്ത് ഡ്രിങ്ക്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ അനിയത്തിയെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ പ്രധാന ജീവിത ലക്ഷ്യം തന്നെ. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അനിയത്തി നന്നായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ അന്ന് സ്കൂളിൽ പഠിക്കുന്നതല്ലേ അറിയുള്ളൂ. ഇപ്പോഴെന്നല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഞാൻ ഹെർബൽ ഹീലേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്നാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞാനിപ്പം ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ കേൾക്കാമെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം, നമുക്ക് മാറും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ആദ്യം ഈ കണ്ട സാധനങ്ങളെല്ലാം തൂത്തുവാരി ഒരു കൊട്ടയ്ക്കകത്തിട്ട് അടച്ച് മാറ്റി വെക്കുക. ആദ്യം ഈ സപ്ലിമെൻറ്റ്സും ഈ ഹെൽത്ത് ഡ്രിങ്ക്സും മറ്റ് സാധനങ്ങളും എല്ലാം പലതരം സാധനങ്ങളുണ്ട്. ഒരു 100 കുപ്പികളല്ല, 100 സാധനങ്ങളല്ല ഇവിടെ ഉള്ളത്. ഇത് മുഴുവൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പച്ചമരുന്നുകളൊക്കെ തുടങ്ങി ഇത് മാറ്റി വെച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ ഈ ദിവസം 25 പ്രാവശ്യം പോലും 10 പ്രാവശ്യം തൊട്ട് 25 പ്രാവശ്യം വരെയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് അവരുടെ എല്ലാ വൈദ്യശാസ്ത്രവും അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് ഇത് മാറിയെന്ന് മാത്രമല്ല, കണ്ണ് യൂറിൻ ബ്ലഡ് പോലായിരുന്നു പോകുന്നത്. പ്രകടമായ 2-3 വ്യത്യാസങ്ങൾ വന്നതെന്ന് വെച്ചാൽ കണ്ണ് നല്ല വെള്ളയായി.
കണ്ണിൻ്റെ വെളുത്ത ഭാഗം നല്ല വെള്ളയായി, കടുത്ത മഞ്ഞ നിറമായിരുന്നത്. അത് പിന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ അത് കുറഞ്ഞ് പെട്ടെന്ന് കാണുമ്പോൾ വ്യത്യാസം അറിയാമായിരുന്നു. കാരണം ടൗണിലാണ് അവരുടെ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ അവരെ കാണുമായിരുന്നു. ജസ്റ്റ് സ്ഥാപനത്തിൽ എനിക്കും ചില ആവശ്യത്തിന് അവിടെ കയറുമ്പോൾ അങ്ങനെ അവരെയും കാണുമായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസം തന്നെ എടുത്തില്ലാന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കണ്ണ് വെള്ളയായി, യൂറിൻ ക്ലിയറായി, ബ്രൗൺ നിറത്തിൽ പോയിക്കൊണ്ടിരുന്ന യൂറിൻ ക്ലിയറായി, വയറിളക്കം നിന്നു. ഇത് 10 ദിവസം കൊണ്ട് സംഭവിച്ചു. അങ്ങനെ ഇനി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള കുറേ രീതിയിലുള്ള അവരുടെ ഫുഡിൻ്റെ രീതികളൊക്കെ കറക്റ്റ് ചെയ്തു. റോങ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അവർ ഏറ്റവും അസഹനീയമായിരുന്നു അന്ന് നിർത്താത്ത വയറിളക്കമായിരുന്നു. വയറിളക്കം കറക്റ്റായി, മോഷൻ കറക്റ്റായി, യൂറിൻ കറക്റ്റായി, കണ്ണിൻ്റെ നിറം കറക്റ്റായി. അതുപോലെ മുഖത്ത് ഈ പുട്ടിയിട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖത്ത് മുഴുവൻ ഇങ്ങനെ കറുത്ത പാടുകളായിരുന്നു ഇവിടെ. അപ്പോൾ ആ കറുത്ത പാടുകൾ ഒരുമാതിരി ഒക്കെ ഒന്ന് കുറേശ്ശെ കുറഞ്ഞു വരാൻ തുടങ്ങി. ആ കുട്ടിയുടെ കനമൊക്കെ ഇച്ചിരി കുറയ്ക്കുക. അത്യാവശ്യം മേക്കപ്പ് ഇല്ലാതെ വേണമെങ്കിലും ഒന്ന് വീട്ടിൽ പോലും മേക്കപ്പ് ഇടാതെ നടക്കത്തില്ല. കാരണം വേലക്കാരിയെ പോലും മേക്കപ്പ് ഇടാത്ത മുഖം കാണിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിലെങ്കിലും അറ്റ്ലീസ്റ്റ് മേക്കപ്പ് ഇടാതെ നടക്കാമെന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു. ഒരു 1 വീക്ക് പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി അവിടെ എത്തുന്നതിന് മുമ്പേ വിളിയോട് വിളി, എന്തൊക്കെയോ ഇഷ്യൂസ് പറഞ്ഞിട്ട് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം മറന്നുപോയി എന്തൊക്കെ ഇഷ്യൂസെന്ന്. അപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവർ തീരെ അവശയായി അപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാണാൻ ചെന്നു. കാരണം അതുതന്നെയല്ല, ഫ്രണ്ട്സാണല്ലോ. പേഷ്യൻ്റ് എന്നുള്ളതിനപ്പുറം നമുക്കൊരു ഫ്രണ്ട്സ് എന്നുള്ളതുണ്ട്. കൂടെ അല്ല, പിന്നെ സീനിയറായിട്ടും ജൂനിയറായിട്ടും ഒക്കെ പഠിച്ചു എന്നുള്ളൊരു പരിഗണനയുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ അവശയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു യൂറിനൽ ഇൻഫെക്ഷൻ വന്നു അതിൻ്റെ ഇടയ്ക്ക്. എന്താണെന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ മാറിക്കഴിച്ചാണ്, ഞാൻ പറഞ്ഞ പോലൊന്നും ആയിരിക്കത്തില്ല കഴിച്ച്. ഉടനെ ആൻറ്റിബയോട്ടിക് എടുത്തു, വീണ്ടും പ്രശ്നമായി. ആൻറ്റിബയോട്ടിക് എടുത്ത് പ്രശ്നമായി, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായിപ്പോയി. പിന്നെ അവരെ യഥാർത്ഥത്തിൽ അവസാനം എൻ്റെ ഗുരു വഴക്ക് പറഞ്ഞു. ഞാൻ പോയ സമയത്ത് എന്നിട്ട് ഗുരുവിനെ പോയി വിളിച്ച് അവിടെ കൊണ്ടുവന്ന് പ്രകൃതിയിൽസയിലെ നമ്മുടെ വർമാജിയുടെ പ്രഥമ ശിഷ്യന്മാരിലൊരാളാണ്, കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാർ 2 പേര് വേറൊരു ഗുരുവിനോട് ചോദിച്ചപ്പോൾ അതും അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും. പ്രൊഫസർ PG പണിക്കർ സാറ് ഒരു വർഷം മുമ്പ് അദ്ദേഹം വിഷ്ണുപദം പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ വഴക്ക് പറഞ്ഞു, പറഞ്ഞാൽ അനുസരിക്കാത്തവരെ നിങ്ങൾ സ്വീകരിക്കരുത്, ഞാൻ വരികയില്ല, നോക്കുകയില്ല എന്ന് പറഞ്ഞു. വേറൊരു ഗുരുവാണ് വന്ന് നോക്കിയത്. പിന്നെ എന്തായാലും കൊള്ളാം, അവരെ നമുക്ക് കൈവെടിയേണ്ടി വന്നു. കാരണം അവർ പറയുന്നത് കേൾക്കില്ല, എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം കൊണ്ട് അവർ പിന്നെ ഫോളോ ചെയ്യാൻ ഒരു സിസ്റ്റത്തിൽ നിൽക്കില്ല. ഒന്നിലും വിശ്വാസമില്ല, ഒന്നിലും പൂർണ്ണ വിശ്വാസമില്ല. എല്ലാവർക്കും ഭയമാണ്, ഇതുകൊണ്ടാവോ അല്ലെങ്കിൽ ഇവരെ ആവുമോ എന്ന്. അങ്ങനെ വിശ്വാസമില്ലാതെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന സബ്ജക്റ്റ് ഈ ഒരു അനുഭവം എല്ലാവർക്കും പാഠമാകാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഈ പേഷ്യൻറ്റിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിശദീകരിച്ച് ഈ അനുഭവം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സപ്ലിമെൻറ്റ്സ് വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. ആകാം കുറച്ച് കാലത്തേക്കെന്നുള്ളതാണ് ഉത്തരം. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനെയും, അത് കിഡ്നിയും കരളും പ്രത്യേകിച്ച് കിഡ്നിയും കരളിനെയും തകരാറിലാക്കും. കാരണം നമ്മൾ നാച്ചുറലായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ അയഡിൻ ആണെങ്കിൽ പോലും, അയഡിൻ നമ്മൾ ഉപ്പിൽ കൂടി അയഡിൻ ഉള്ളിൽ ചെല്ലാൻ വേണ്ടി അയഡിൻ ചേർത്ത് ഉപ്പേ രാജ്യത്ത് വിൽക്കാവൂ എന്ന് സർക്കാർ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കടൽ മീനും തേങ്ങയും ഭക്ഷിക്കുന്ന നാട്ടിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ കേരളത്തിൽ മുമ്പ് മലയോരങ്ങളിൽ ഉള്ള വീടുള്ളവർക്ക്, അതായത് തേങ്ങയും കടൽ മീനും ഭക്ഷിക്കാൻ സാഹചര്യം കുറഞ്ഞവർക്കായിരുന്നു ഗോയിത്തർ പോലെയുള്ള രോഗങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങ നല്ല ഒന്നാന്തരം ഒരു അയൺ സപ്ലിമെൻ്റാണ്. അതുപോലെ നമ്മുടെ അഗസ്ത്യച്ചീര ഒന്നാന്തരം അയൺ സപ്ലിമെൻ്റാണ്. അഗസ്ത്യച്ചീര ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ആഴ്ച 2
3 ദിവസം അഗസ്ത്യച്ചീരയും ദിവസവും തേങ്ങ ചേർത്ത് എന്തെങ്കിലും, അല്ലെങ്കിൽ തേങ്ങ അവൽ ചേർത്തിട്ടൊക്കെ പച്ചയായിട്ട് തന്നെ തേങ്ങയും കഴിക്കുക. പിന്നെ കടൽമീൻ, ചെറിയ കടൽമീനും കഴിക്കുന്നവർക്ക് അയൺ സപ്ലിമെൻറ്റിൻ്റെ കാര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു ഗുരു തമാശയായിട്ട് പറയും, തെങ്ങിനിടേണ്ടത് മനുഷ്യൻ കഴിക്കും, മനുഷ്യൻ കഴിക്കേണ്ടത് തെങ്ങിനിടും, അവസാനം മനുഷ്യൻ ആയുസ് എത്തുന്നതിന് മുമ്പ് തെങ്ങിന് വളമാകുന്നു. അത് സത്യമല്ലേ? കാരണം അയഡിൻ ചേർന്നവരെ അപ്പോൾ തെങ്ങിനിടാനുള്ള ഉപ്പ് വാങ്ങിച്ച് കലക്കിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ദുപ്പ്. ഈ കിട്ടുന്ന അയഡിൻ ചേർത്ത് ഉപ്പ് തെങ്ങിന് കൊണ്ടിടുക, നല്ലോണം തേങ്ങ കായ്ക്കുമെന്ന് പറയും. അപ്പോൾ അതുപോലെയാണ് കഴിഞ്ഞ മാസം മധ്യപ്രദേശിൽ പോയ കാര്യമൊക്കെ എല്ലാവരും അറിയുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ കൺസൾട്ടേഷന് കുറേ പേര് വന്നു. എന്ത് എണ്ണ, ഒരാളോട് എന്ത് എണ്ണയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ റിഫൈൻഡ് ഓയിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു വെളിച്ചെണ്ണ ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലയിൽ തേക്കാൻ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വാട്ട് ഷുഡ് ഗോ ഇൻ ടു യുവർ സ്റ്റൊമക്ക് ഈസ് ഗോയിങ് ടു ദ ഹെഡ്, ആൻഡ് വാട്ട് ഷുഡ് ഗോ ടു ദ ഹെഡ് ഈസ് ഗോയിങ് ടു ദ സ്റ്റൊമക്ക്. ദാറ്റ്സ് യുവർ പ്രോബ്ലം എന്ന് ഞാൻ അവരോട് എൻ്റെ ഗുരു പറഞ്ഞത് ഓർത്തിട്ട് ഞാൻ അതിന് സമാനമായ ഒരു മറുപടി പറഞ്ഞു. എനിക്കിതാണ് പറയാനുള്ളത്, ദീർഘകാലത്തേക്ക് സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചാൽ, അത് ഏത് സപ്ലിമെൻ്റ് ആയാലും അത് കിഡ്നിയെയും കരളിനെയും ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഉപ്പ് പോലും നമ്മുടെ കിഡ്നി ഒഴിവാക്കുന്നുണ്ട്. മൂത്രത്തിൽ കൂടിയും വിയർപ്പിൽ കൂടിയും അതിനെ കളയുന്നുണ്ട്. പിന്നെ ഇനി വൈറ്റമിൻ ഡി, അയൺ സപ്ലിമെൻറ്റ്സ് ഒന്നും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ധാരാളം ഇലക്കറികൾ കഴിച്ചാൽ മതി. പിന്നെ മുട്ട കഴിക്കാം. മുട്ട നല്ലൊരു ഒരുപാട് കാര്യങ്ങൾക്കുള്ള നല്ല സപ്ലിമെൻ്റാണ്. പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യത്തിലാണ് എല്ലാവരും എവിടെ നിന്ന് കിട്ടും. ഈയിടെ കാനഡയിലുള്ള ഒരു ലേഡിയെ വെച്ചിട്ടൊരു വീഡിയോ കാണുകയുണ്ടായി. 50 കഴിഞ്ഞവർ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വൈറ്റമിൻ ഡി സി സപ്ലിമെൻറ്റ് കഴിക്കണമെന്ന്. എന്തിന്? കാനഡയിലെ അവസ്ഥയാണോ കേരളത്തിൽ? ഒരു മലയാളി ആ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. അവരെപ്പോഴും അവിടെ ഒരു ഫാർമസിസ്റ്റാണ്. അപ്പോൾ അവർ പറയുന്ന എല്ലാവരും കഴിക്കണം. നമ്മുടെ കേരളത്തിൽ ഈ 365 ദിവസവും സൂര്യപ്രകാശം, സൂര്യ നമസ്കാരം ചെയ്യാനും സൂര്യപ്രകാശം അരമണിക്കൂറിലധികം അല്ല, 4-5 മണിക്കൂറും അല്ല, 10-12 മണിക്കൂർ വെയിൽ കിട്ടുന്ന കേരളത്തിലെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഒരു വൈറ്റമിൻ ഡി ഒരു കാര്യവും ആവശ്യമില്ല. രാവിലെ വൈകിട്ട് ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുകയോ വെയിലത്ത് നടക്കുകയോ നിങ്ങളൊന്നും വേണ്ട. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാൻ പോകുന്നവർ ആ ദൂരം നടന്നാൽ മതി. അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിന് തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് മാറി കയറണം, അടുത്ത പോയിന്റിലേക്ക് പോകണം. അപ്പം നിങ്ങൾക്ക് 6 രൂപ ലാഭമാവും, അത്രയും വൈറ്റമിൻ ഡിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശീലിക്കുക. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കേരളത്തിലോ ഇന്ത്യയിലോ ജീവിക്കുന്നവർ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. കാനഡയിൽ ജീവിക്കുന്ന ഫാർമസിസ്റ്റുകളും കാനഡയിൽ ജീവിക്കുന്ന മനുഷ്യരും അത് കഴിച്ചോട്ടെ. കാരണം വർഷത്തിൽ 7-8 മാസം അവർക്ക് സൂര്യപ്രകാശം ഇല്ല. ഫിൻലൻഡിൽ താമസിക്കുന്ന ഒരു ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അവർ വിഷാദ രോഗത്തിന് അടിമകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല. വർഷത്തിൽ 8 മാസവും 10 മാസം പോലും സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഇന്ത്യയിൽ ജീവിക്കുന്നവർ നിശ്ചയമായും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുമാതിരി നിങ്ങളൊരു ചികിത്സയല്ല, എന്തെങ്കിലും ഒരു സർജറിയിലോ അങ്ങനെ മറ്റോ ആയിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞ കാലത്തേക്ക് കഴിച്ചോളൂ. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടെ ഒരല്പം വെയിൽ കിട്ടുന്ന ഒരു വരാന്തയിൽ പോയിരിക്കാമല്ലോ നിങ്ങൾക്ക്. അത്രയും ചെയ്യാം. അത്രയേ ഉള്ളൂ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം. തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് സപ്ലിമെൻറ്റ്സ് എടുത്താൽ പ്രധാനപ്പെട്ട നമ്മുടെ ആന്തരിക അവയവങ്ങളായ കരളും കിഡ്നിയും തകരാറിലാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.